തോൽവി അറിയാതെ 3 മത്സരങ്ങളിലും ജയം സ്വന്തമാക്കി അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. 1-നെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീന ജോർഡനെ പരാജയപ്പെടുത്തിയത്. സൂര്യൻ അവിടെ ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം ഉദിച്ചോളും. സൂര്യൻ ഉണ്ടായാൽ മതി, അവിടെ വെളിച്ചമുണ്ടാകും. സെക്കൻഡ് ഹാഫ് മെസ്സി ഇറങ്ങും, ഗോളടിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. ഓക്കെ, അർജന്റീന ഒരു ചെറിയ ടീമാണെന്ന്. എന്തായാലും മെസ്സി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. മെസ്സിയുടെ കളി കാണാനാണ് വന്നത്. എന്തായാലും ഒരു ചെറിയ ടീമാണ് അവര്. എന്തായാലും മെസ്സിയുടെ കളി കാണാനാണ് ചെറിയ ടീം. അർജന്റീനക്കെതിരെ തിരിച്ചടിച്ചിട്ട് ചെറിയ ടീമാണ്. നീലക്കടലിന്റെ രാജാവ് എന്ന് പറയുന്നത് ആവേശത്തിലാണ് ആരാധകരുടെ വലിയ ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർച്ചയായ വിജയം, മെസ്സി വീണ്ടും ഗോൾ നേടിയിരിക്കുന്നു, ഗോൾ വേട്ടക്കാരിൽ മുന്നിലായിരിക്കുന്നു എന്ന ആവേശമാണ് ഈ ആരാധകർക്കുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഞാനിപ്പോൾ ന്യൂസ് 18. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് ആരാധകരുടെ ആവേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിന്റെ ഫലത്തിലേക്ക് എത്തിയാൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീനയുടെ ജയം. ലയണൽ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ടായി 60ാമത്തെ മിനിറ്റിലാണ് കളത്തിലേക്ക് എത്തുന്നത്. 60ാം മിനിറ്റിൽ കളത്തിലേക്ക് എത്തിയ ലയണൽ മെസ്സി 80ാം മിനിറ്റിൽ മനോഹരമായിട്ടുള്ള ഒരു ഫ്രീ കിക്കിലൂടെ ഗോൾ കീപ്പറെ സ്തബ്ധനാക്കിക്കൊണ്ട് മെസ്സി ഗോൾ സ്വന്തമാക്കി. അങ്ങനെ ഈ ലോകകപ്പിൽ മെസ്സി തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ സ്കോർ ചെയ്തു. 6ാമത്തെ ഗോളാണ്. മാത്രമല്ല, ലോകകപ്പ് മത്സരങ്ങളിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ ഗോൾ സ്കോർ ചെയ്യുന്ന റെക്കോർഡും ലയണൽ മെസ്സിക്ക് സ്വന്തമായി. ഗോൾ വേട്ടയിൽ മെസ്സിക്ക് 18 ഗോളുകൾ. അങ്ങനെ ഒരു തരത്തിലും മെസ്സിയെ പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യം. ആദ്യം സൈഡ് ബെഞ്ചിലായിരുന്നുവെങ്കിൽ പിന്നീട് 60ാം മിനിറ്റിലാണ് മെസ്സി കളത്തിലിറങ്ങുന്നത്. വലിയ കയ്യടിയോടുകൂടിയാണ് ലയണൽ മെസ്സിയെ ഫുട്ബോൾ ആരാധകർ കളത്തിലേക്ക് സ്വീകരിച്ചതും ആർത്തു വിളിച്ചു. എന്നാൽ ജോർദൻ ഒരു ഗോൾ മടക്കി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ആശ്വാസകരം. മത്സരത്തിന്റെ 19ാം മിനിറ്റിലാണ് ലോ സെൽസോയിലൂടെ മനോഹരമായിട്ടുള്ള ഒരു ഗോളിലൂടെ അർജന്റീന മുന്നിലെത്തുന്നത്. ലോ സെൽസോ 19ാം മിനിറ്റിൽ സ്കോർ ചെയ്യുന്നു. പിന്നീട് ലോത്താരോ മാർട്ടിനസ് എടുത്ത പെനാൽറ്റി ബോക്സിൽ വെച്ച് അർജന്റീനയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റിയിൽ നിന്നാണ് അവിടെ അർജന്റീന സ്കോർ ചെയ്യുന്നത്. അർജന്റീനയുടെ സ്കോർ 2-0 ഉയർത്തുന്നത് ലൗതാരോ മാർട്ടിനസ് ആണ്. പിന്നാലെയാണ് മെസ്സിയുടെ 3ാമത്തെ ഗോൾ വരുന്നത്. എന്തായാലും തമരി 55ാം മിനിറ്റിൽ ജോർദാന് വേണ്ടി ആശ്വാസ ഗോൾ കണ്ടെത്തി. മെക്സിക്കോ, ഫ്രാൻസ്, അർജന്റീന ഈ 3 ടീമുകൾ മാത്രമാണ് ലോകകപ്പിൽ ഒരു തോൽവി പോലും വഴങ്ങാതെ എന്നതിനപ്പുറം 3 മത്സരങ്ങൾ ജയിച്ച് നോക്കൌട്ടിലേക്ക് എത്തിയത്. കൊച്ചിയിലെ ഫുട്ബോൾ ആരാധകരുടെ ആവേശം വീണ്ടും നമുക്ക് പ്രേക്ഷകർക്ക് സമ്മാനിക്കാം. ഡാനി, ഈ ഫുട്ബോൾ ആരാധകർക്ക് സ്വാഭാവികമായും പ്രതീക്ഷയുണ്ടായിരുന്നു മത്സരം ജയിക്കുമെന്ന്. മെസ്സിയെ കാണാൻ കാത്തിരുന്നു 60 മിനിറ്റ്. ഏറ്റവും ഒടുവിൽ വന്ന മെസ്സി ഗോൾ അടിച്ച മെസ്സിയായി മാറി. അങ്ങനെ എന്താണ് ആരാധകർ പറയുന്നത്? ആരാധകർ ഹാപ്പിയാണോ ഡാനി? മെസ്സി ഗോൾ കൂടി അടിച്ചല്ലോ. വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫുട്ബോൾ കണ്ട ഈ DRK അരീനയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും വലിയ ആവേശത്തിൽ. നമുക്കൊപ്പം നേരത്തെയും ചേർന്ന ടിനി നമുക്കൊപ്പം ചേരുന്നു. ടിനി, അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ, സന്തോഷിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ അല്ല, ഇതൊക്കെ ആഘോഷിക്കണം. 4 വർഷം കൂടുമ്പോഴുള്ള ഒരു ആഘോഷം, ലോകത്തിലെ ഏറ്റവും വലിയ ഷോയാണ്. അപ്പൊ അത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാലത്ത് കുർബാന കണ്ടതിന് മുമ്പ് ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് കുർബാന കാണാൻ പോകുന്ന വിചാരിക്കാണ്. അപ്പൊ അതിന് അർജന്റീന ഫാൻസ് നമുക്ക് ഇവിടെ കുറെ ഉണ്ട്. അതുകൊണ്ട് അവരോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ. അല്ല, മെസ്സിയൊന്നും വേണമെന്നില്ല നമുക്ക്. എന്തിനാണ് മെസ്സി ഇല്ലാതെ പിള്ളേർ 2 അടിച്ചില്ലേ? ആ മെസ്സിയുടെ വെറുതെ ഒരു പുള്ളിയുടെ ഒരു മനസ്സിലായില്ലേ, ഒരു ഒരു ഓറ കിട്ടിയാൽ മതി, അല്ല ആ ഒരു പ്രകാശം കിട്ടിയാൽ മതി, ബാക്കി പിള്ളേർ കളിച്ചോളൂ. ആ പ്രകാശമാണ് വെളിച്ചപ്രകാശം. ആ പ്രകാശമാണ് ലോകത്തിന്റെ രാജാവ്, നീലക്കടലിന്റെ രാജാവ്. വളരെ വളരെ സന്തോഷത്തോടുകൂടി പുള്ളി സുഖിച്ചാണ് ഉറക്കം എഴുന്നേറ്റ് ലാസ്റ്റ് കാണാൻ ജയിച്ചാന്നറിയാനാണ്. വളരെ സന്തോഷം. ഇത്രയും വലിയൊരു ഇത് നടത്തി സിദ്ധിയും കറുകപ്പള്ളിയിലെ കൂട്ടായ്മ. ബ്രസീൽ ആരാധകരെല്ലാവരും ഇവിടെ ഉണ്ട്. അല്ല, ബ്രസീലാണ് ഇവിടെ കൂടുതലുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷേ
പ്രത്യേകം നമ്മൾ ആശംസ നേരുന്ന മറ്റൊന്നുമില്ല. നിഷി പറഞ്ഞതാണ്, ഒരുപാട് പേർക്ക് കാശ് കൊടുത്തിട്ട് ഈ ഫുട്ബോൾ കാണാൻ പറ്റും. അതെ, ഈ ഇതെടുക്കാൻ ഭയങ്കര പൈസയാണല്ലോ. അപ്പൊ സാധാരണക്കാരൻ എല്ലാവർക്കും അത് താഹ ഒറ്റക്ക് മതി അർജന്റീനക്ക്, ബാക്കി ബ്രസീൽ എല്ലാരും. നമുക്ക് ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ DRK ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. അതിപ്പോ നമ്മൾ ബ്രസീൽ ടീമായാലും അർജന്റീന ടീമായാലും നമ്മളത് വിജയകരമായിട്ട് തന്നെ കൊണ്ടുപോകുള്ളൂ. വളരെ വളരെ സന്തോഷം. എന്തായാലും എൽദോ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടേക്ക് വരുമ്പോഴേക്കും നിരവധിയായ ആരാധകർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഏതായാലും മൊത്തം സജ്ജീകരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിന്റെ ദിവസമാണോ? മെസ്സി ഇറങ്ങിയപ്പോ ഒന്നും കൂടി സന്തോഷം കൂടി. 6 ഗോളായി. ഇപ്പൊ എംബാപ്പന്റെ പായില്ലേ, എംബാപ്പെ 4, മെസ്സി 6. എന്താ പറയാ, മെസ്സി മുന്നിലായി ലോകകപ്പിൽ. ഇപ്പൊ ഇനി മുന്നിലാവും. തിങ്കളാഴ്ച 10:00 വരും. ആഘോഷം ബ്രസീൽ ജയിച്ചിട്ട് ആഘോഷം വലിയ സന്തോഷത്തിലാണ് എൽദോ. ഇത് നോക്കുക, വലിയ സന്തോഷത്തിലേക്ക് തന്നെ നിൽക്കുന്നു. മറ്റേ പോർച്ചുഗലിന്റെ ആരാധകരുണ്ട്. പോർച്ചുഗൽ ഏതായാലും ഇന്ന് എന്തായിരുന്നു കളി കണ്ടിട്ട്? റൊണാൾഡോ നിങ്ങളെ വിജയിച്ചെത്തിയോ? അതിനെപ്പറ്റി കളിയല്ലേ, ഓരോ സമയത്ത് ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പൊ മെസ്സി നല്ലോണം കളിച്ച് ബഹുമാനമുള്ളൂ മെസ്സിനോട്. മെസ്സി നല്ല പ്ലെയറാണ്, കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ റൊണാൾഡോ നമ്മളെ ഓയിലാണ്, അതേപോലെ തന്നെ മാറൂല ഒരിക്കലും. അതെ, മെസ്സിയോട് ബഹുമാനം മാത്രം പറയുന്നത്. ഏതായാലും വലിയ സന്തോഷത്തിന് മെസ്സി ആരാധകർക്കും വലിയ സന്തോഷം. മത്സരത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ, അവിടേക്ക് വരുമ്പോൾ മെസ്സി മികച്ച വിജയം സമ്മാനിച്ചിരിക്കുന്ന ടീമിനെന്ന സന്തോഷമാണ് അവർക്കുള്ളത്. ഏതായാലും ടിനീരും അടക്കമുള്ള ആരാധകർ ഇവിടെ നിന്ന് പിരിയുന്നു എന്നതാണ് എൽദോ. റൈറ്റ്, ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാണ്. ആവേശത്തിനുള്ള സാഹചര്യം ഉണ്ട് താനും. ലയണൽ മെസ്സി എന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം ഗോൾ സ്കോർ ചെയ്യുന്നു. ലോകകപ്പിൽ 19ാമത്തെ ഗോളാണ് ലയണൽ മെസ്സിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മിറോസ്ലാവ് ക്ലോസയുടെ ഒക്കെ റെക്കോർഡ് മറികടന്ന് എത്രയോ മുന്നിലേക്ക് ലയണൽ മെസ്സി എത്തുന്നു. ഒരുപക്ഷേ റെക്കോർഡുകൾ അത് ഭേദിച്ചേക്കാം, മറികടന്നേക്കാം. എങ്കിൽ പോലും ഈ സമയം, ഈ നിമിഷത്തിൽ ലയണൽ മെസ്സി ഒരേ ഒരു രാജാവ് ലോക ഫുട്ബോളിൽ. 19 ലോകകപ്പ് ഗോളുകളുമായി ലയണൽ മെസ്സി എന്ന അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊന്ന് ഇതാ കളത്തിൽ വാഴുകയാണ്. അർജന്റീന 3 മത്സരങ്ങളും ജയിച്ചു. 3 മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പിൽ 9 പോയിന്റുമായി 1ാം സ്ഥാനത്ത് നോക്കൌട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി കേപ്പ് വെർഡെയാണ് നോക്കൌട്ടിൽ അർജന്റീനയുടെ എതിരാളി. മെക്സിക്കോ, ഫ്രാൻസ്, അർജന്റീന ഈ 3 ടീമുകൾ മാത്രമാണ് കളിച്ച 3 മത്സരങ്ങളും, ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ 48 ടീമുകൾ മത്സരിച്ച ആദ്യഘട്ട ഗ്രൂപ്പ് പോരാട്ടത്തിലെ വേറിട്ട് നിൽക്കുന്ന 3 ടീമുകളായി മാറുന്നു അർജന്റീനയും ഫ്രാൻസും ഒപ്പം മെക്സിക്കോ ആതിഥേയരാണ്. ആതിഥേയരെന്ന ആനുകൂല്യവും അതിന്റെ മേധാവിത്വം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മെക്സിക്കോ അസ്ടെക്ക സ്റ്റേഡിയത്തിൽ ഇതുവരെ കളിച്ചതെങ്കിൽ അർജന്റീന മികവ് കൊണ്ടും ലയണൽ മെസ്സിയുടെ സാന്നിധ്യം കൊണ്ടും ഒരു യൂണിറ്റ് മാറി നിന്നാണ് ഇപ്പോൾ കളിക്കളത്തിൽ അവരുടെ മികവ് തുടരുന്നത്. അവസാന മത്സരത്തിൽ ജോർദനെതിരെയായിരുന്നു പോരാട്ടം. ജോർദനെതിരെ ഒരു അനായാസ ജയം എന്നുള്ളതൊക്കെയാണ് കരുതിയത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 9 മാറ്റങ്ങളുമായിട്ടാണ് അർജന്റീന ആദ്യ 11 പരീക്ഷിച്ചത്. ഈ 9 മാറ്റങ്ങളിൽ ആകെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചവരിൽ ലൗതാരോ മാർട്ടിനസും ഒപ്പം എമിലിയാനോ മാർട്ടിനസ് ഗോൾ കീപ്പർ മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ നേരിട്ട ടീമിലെ അതേ ലൈനപ്പിലുള്ള ആളുകളുണ്ടായിരുന്നത്. ബാക്കി 9 പേരും സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ആളുകളാണ്. അങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ പോരാട്ടമായിരുന്നു, പരീക്ഷണത്തിന്റെ വേദിയായിരുന്നു ലയണൽ സ്കലോണിക്ക്. അതിൽ സമ്പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്തു അർജന്റീനയും അർജന്റീനയുടെ പരിശീലകനും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.